പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉറവിടങ്ങളിലേക്ക്, യോഹന്നാൻ്റെ സുവിശേഷ വചന പഠനത്തിലേക്ക് ഏറ്റവും പ്രാർത്ഥനയോടെ നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മൾ വചന പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അത് നമുക്ക് ഈ ഭൂമിയിൽ ചെയ്യാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കാനും പഠിക്കാനും ഒക്കെ കഴിയുന്നത് എത്ര അനുഗ്രഹകരമായ ഒരു കാര്യമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി തന്നെ നമുക്ക് ഇന്നത്തെ വചന പഠനം ആരംഭിക്കാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണാനായിട്ട് പരിശ്രമിച്ചത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 14-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, അതിൽ ഒരു മൂന്ന് ചോദ്യങ്ങൾ 3 അപ്പസ്തോലന്മാർ ചോദിക്കുമ്പോൾ അതിന് കർത്താവ് നൽകുന്ന ഉത്തരമാണ് ഈ ഭാഗത്തിൻ്റെ സവിശേഷത. ആദ്യത്തെ ചോദ്യം ചോദിച്ചത് പത്രോസാണ്. കർത്താവേ, നീ പോകുന്നിടത്തേക്ക് ഞങ്ങൾക്ക് നിന്നെ അനുഗമിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അത് നീ എവിടേക്കാണ് പോകുന്നത് എന്നതിൻ്റെ അവ്യക്തതയാണ്. വെയർ എന്ന ചോദ്യമാണ് പത്രോസ് ചോദിച്ചത് എന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ ഉത്തരം, ഞാൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണെന്നും അവിടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അനേകം മുറികൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നും നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ അടുത്ത ചോദ്യം ചോദിച്ചതായി മനസ്സിലാക്കിയത് തോമാസ്ലീഹായാണ്. കർത്താവെ, വഴി ഞങ്ങൾ എങ്ങനെ അറിയും? ഞങ്ങൾ അങ്ങനെ അവിടേക്ക് എങ്ങനെ എത്തും? എങ്ങനെ എന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് കർത്താവ് നൽകിയ ഉത്തരമാണ്, ഞാനാണ് വഴിയും സത്യവും ജീവനും. ഫിലിപ്പോസ് ചോദിച്ച 3-ാമത്തെ ചോദ്യം, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണമേ. അദ്ദേഹം ചോദിച്ച ചോദ്യം ആര് എന്ന ചോദ്യമാണ്. ആരാണ് പിതാവ്? അപ്പോൾ ഈശോ അതിന് മറുപടി പറയുകയാണ്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാനും പിതാവും ഒന്നാണ്. അപ്പോൾ വെയർ, ഹൗ, ഹൂ, ഈ 3 ചോദ്യങ്ങൾ അപ്പോസ്തലന്മാർ ചോദിച്ചതും അതിന് നൽകിയ ഉത്തരവുമാണ് ഈ 14-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടത്. അതിൻ്റെ അവസാനമായി ഫിലിപ്പോസ് ചോദിച്ച ചോദ്യത്തിന് ഈശോ നൽകുന്ന ഉത്തരമായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഞാനത് വായിക്കുകയാണ്, 9 മുതലുള്ള വാക്യങ്ങൾ. യേശു പറഞ്ഞു, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെയാണ്? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനെ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. വളരെ വ്യക്തതയോടെ മനസ്സിലാക്കേണ്ട വാക്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണ്. ഇനി ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എൻ്റെ പ്രവൃത്തികളല്ല, പിതാവിൻ്റെ പ്രവൃത്തികൾ എന്നിലൂടെ നിർവഹിക്കപ്പെടുന്നതാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് കർത്താവ് പറയുന്ന മനോഹരമായ ഒരു കാര്യമുണ്ട്. കർത്താവ് പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. കാലാകാലങ്ങളായിട്ട് ആളുകളുടെ മനസ്സിൽ ഒരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് ഇതാണ്: എന്താണ് യേശു ഉദ്ദേശിച്ച ആ വലിയ പ്രവൃത്തികൾ? അതിനെ പല രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ മൊത്തത്തിൽ ഒരു ബൈബിളിൻ്റെ അല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെ യേശുവിൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണതയിൽ കാര്യങ്ങളെ കാണുകയാണ് എപ്പോഴും എളുപ്പം. യേശു ചെയ്ത പ്രവൃത്തികൾ എന്തൊക്കെയാണ്? പല ആളുകളും ഈ വാക്യത്തെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് യേശു ചെയ്തതിനേക്കാളും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മൾ പ്രവർത്തിക്കും എന്ന അർത്ഥത്തിലാണ്. ഭാഗികമായി അത് ശരിയാണ്. എന്നാൽ അത് മാത്രമല്ലത്. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും, ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇതിനേക്കാൾ വലിയവയും ചെയ്യും എന്ന് പറയുമ്പോൾ അതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറെ കൂടി സൂക്ഷ്മമായി യേശുവിനെ നോക്കേണ്ടതുണ്ട്. എന്തായിരുന്നു യേശുവിൻ്റെ പ്രവൃത്തികൾ? നമ്മൾ
വെളിയിൽ നിന്ന് നോക്കുമ്പോൾ കണ്ടത്, യേശുവിൻ്റെ പ്രവൃത്തികളായി കണ്ടത് മുഴുവൻ യേശു ചെയ്ത അത്ഭുതങ്ങൾ, യേശു ചെയ്ത കാരുണ്യ പ്രവൃത്തികൾ, ഇനി യേശുവിൻ്റെ സഹനം, യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ ഔദാര്യം. പക്ഷെ അതിൻ്റെ എല്ലാം പിന്നിൽ എന്താണ് യേശുവിനെ ഈ പ്രവൃത്തികളെല്ലാം ചെയ്യാൻ പ്രേരിപ്പിച്ച ആ ഘടകം? ആ പ്രേരക ഘടകം പിതാവും യേശുവും തമ്മിലുള്ള ആഴമായ ബന്ധമായിരുന്നു. ഈ ആഴമായ ബന്ധത്തിൽ നിന്ന് പിതാവ് പറയുന്നതെല്ലാം സമ്പൂർണമായി അനുസരിക്കാൻ പുത്രൻ പിതാവിൻ്റെ ഇഷ്ടത്തോട് കാണിച്ച വിധേയത്വം, സന്നദ്ധത, സമർപ്പണം, ഇതാണ് യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തി. അതാണ് ഫിലിപ്പി ലേഖനത്തിലെ 2-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പിന്നീട് സഭാമക്കൾക്ക് വേണ്ടി കുറിച്ചിട്ടത്. അവൻ മരണം വരെ, കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ദൈവഹിതത്തിന് സമ്പൂർണമായി സമർപ്പിക്കപ്പെടുക എന്നതാണ് യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒറ്റ ആശയമായി നോക്കിക്കാണാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ യേശു ചെയ്ത ഏറ്റവും വലിയ പ്രവൃത്തി, സമ്പൂർണമായി ഒരാൾ സ്വന്തം ജീവിതത്തെ സ്വന്തം ഇഷ്ടത്തിൻ്റെ വഴിയിലൂടെ വിടാതെ പിതാവിൻ്റെ ഇഷ്ടം 100% അനുസരിച്ച് അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി പിതാവുമായി ഒന്നായി ജീവിച്ചു എന്നതാണ് യേശുവിൻ്റെ പ്രവൃത്തി. ഇതാണ് തൻ്റെ ശിഷ്യരിൽ ഉണ്ടാകും എന്ന് യേശു പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് പിതാവിനോടുണ്ടായിരുന്ന ആ സമർപ്പണം, ആ സമർപ്പണത്തെക്കാളും വലിയ സമർപ്പണം മാനുഷികമായിട്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് സാധ്യമല്ല. കാരണം ഈശോയും പിതാവും അതുപോലെ ഒന്നാണ്. പക്ഷെ കർത്താവ് ഇവിടെ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, കർത്താവിൻ്റെ മൊത്തം ജീവിതം എങ്ങനെയായിരുന്നോ അതുപോലെ ആകാനാണ് പിതാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ യേശുവിനെ പോലെ ആകാനാണ്. ഞാൻ മഹത്വം എന്ന വാക്ക് ചർച്ച ചെയ്ത സമയത്ത് ഇത് പരാമർശിച്ചിരുന്നു. മഹത്വീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ യേശുവിനെ പോലെ ആവുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ ആ വാക്ക് ആവർത്തിച്ചിട്ടുണ്ട്. പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യും. അതുപോലെ എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും. അപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇല്ലെന്നല്ല. തീർച്ചയായും സഭയിലൂടെ ക്രിസ്തു ചെയ്തതുപോലെയോ ഒരുപക്ഷെ ക്രിസ്തു ചെയ്തതിനേക്കാൾ അധികമോ എണ്ണത്തിലും അളവിലുമൊക്കെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? ഒരാൾക്ക് പുറമേയുള്ള ഒരുപാട് ശക്തികളെ കീഴ്പ്പെടുത്താൻ കഴിയുമ്പോഴും അകമേ അയാൾ അടിമത്തത്തിലും ബന്ധനത്തിലും കഴിയുക എന്നതല്ലേ ഏറ്റവും വലിയ ക്ലേശകരമായ കാര്യം. ഒരാൾക്ക് തന്നെ വീണ്ടെടുക്കാൻ കഴിയാതിരിക്കുക, അല്ലെങ്കിൽ തന്നെ അടിമപ്പെടുത്തുന്ന ശക്തികളിൽ നിന്ന് മോചനം പ്രാപിക്കാതിരിക്കാൻ ഇടയാവുക എന്നതല്ലേ ഒരാൾക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദൗർഭാഗ്യം. അപ്പോൾ എന്താണ് നമുക്ക് മാനുഷിക ശക്തിയിൽ അസാധ്യമായ ആ വലിയ കാര്യം? അത് നമുക്ക് നമ്മിൽ നിന്നുള്ള മോചനമാണ്. ഞാനൊന്നുകൂടെ പറയാം. നമുക്ക് മറ്റുള്ളവരിൽ നിന്നോ മറ്റു പലതിൽ നിന്നോ ഉള്ള മോചനമല്ല, നമുക്ക് നമ്മിൽ നിന്നുള്ള മോചനമാണ്. മരണം വരെ ഒരു മനുഷ്യൻ യുദ്ധം ചെയ്യേണ്ടി വരുന്നത് അവനവനോടുള്ള സ്നേഹത്തോടാണ്. നമുക്ക് നമ്മളോടുള്ള സ്നേഹം, നമുക്ക് നമ്മളോടുള്ള അമിതമായ മമത, നമുക്ക് നമ്മളോടുള്ള അമിതമായ ആ ഒബ്സസീവായ താല്പര്യം, ആ സ്വാർത്ഥത. അപ്പോൾ ഈ ഒരു മോചനം, അതാണ് ഈശോ പറയുന്നത്. പരിപൂർണ വിശുദ്ധിക്ക് വേണ്ടി, പരിപൂർണ സമർപ്പണത്തിന് വേണ്ടി, പരിപൂർണമായ സ്നേഹം നമ്മളിൽ ഒരു സാധ്യതയായി സംഭവിക്കുന്നതിന് വേണ്ടി നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിച്ചാൽ ആ മഹത്വീകരണം നടക്കാൻ പിതാവ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എന്നാണ് യഥാർത്ഥത്തിൽ ഈ വാക്യത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ അർത്ഥം. അതായത് ചുരുക്കി പറയാം, യേശുവിനെ പോലെ ആകാൻ നമ്മൾ ആഗ്രഹിച്ചാൽ അത് അസാധ്യമായൊരു കാര്യമല്ല, മറിച്ച് ഈശോയെ പോലെ നിർമ്മലമായൊരു ജീവിതം നയിക്കാൻ നമ്മളെ സഹായിക്കാൻ പിതാവിന് സന്തോഷമേ ഉള്ളൂ എന്നതാണ് യേശു പറഞ്ഞ ഈ വാക്യത്തിൻ്റെ അർത്ഥം. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും, പിതാവും ചെയ്തു തരും എന്നാണ് പറയുന്നത്. അതായത് യേശുവിൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും പിതാവും ചെയ്യും, യേശുവും ചെയ്യും എന്നാണ് പറയുന്നത്.
നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് യേശുവിൻ്റെ നാമത്തിൽ ചോദിച്ചാൽ ആ, എന്തും കിട്ടില്ലെന്ന് നമുക്ക് അറിയില്ലേ? എന്തും കിട്ടില്ല എന്ന് പറഞ്ഞാൽ ദൈവഹിതത്തിന് വിരുദ്ധമായ എന്തെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ചോദിച്ചാലും നമുക്കത് കിട്ടില്ല. കിട്ടുന്നത് എന്താണ്? ദൈവഹിതത്തിന് വിധേയമായ എന്ത് കാര്യം, കർത്താവിൻ്റെ ഇഷ്ടം അതാണ് എന്ന് നമുക്ക് ഉറപ്പുള്ള എന്ത് കാര്യവും യേശുവിൻ്റെ നാമത്തിൽ ചോദിച്ചാൽ പിതാവ് നമുക്ക് തരും. അത് ചിലപ്പോൾ നമുക്ക് സമൃദ്ധി തരുന്നതിനേക്കാളും ചിലപ്പോൾ നമ്മളെ കുറച്ച് ക്ലേശത്തിൻ്റെ നാളുകളിലൂടെ കടത്തി വിടുക എന്നതായിരിക്കും പിതാവിൻ്റെ ഹിതം, നമ്മളിലെ ഏറ്റവും നല്ല നന്മകൾ പുറത്തു വരാൻ വേണ്ടി. നമ്മൾ കാണുന്നതാവില്ല പിതാവിൻ്റെ ഹിതം, നമ്മുടെ ഇഷ്ടങ്ങളല്ല പിതാവിൻ്റെ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഈ എന്ത് ചോദിച്ചാലും തരും, അതിനൊരു സംശയമില്ല. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ നമ്മുടെ സ്വാർത്ഥപരമായ ആഗ്രഹങ്ങൾ ചോദിക്കുമ്പോൾ കിട്ടും എന്ന അർത്ഥത്തിൽ ഈ വാക്യങ്ങളെ ദയവായി വ്യാഖ്യാനിക്കരുത് എന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി അടുത്ത 14-ാം അധ്യായത്തിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ അടുത്ത ഭാഗം ഈശോ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന ഭാഗമാണ്. ഒരു 3 വാക്കുകൾ ഞാൻ പറയാം. ആ 3 വാക്കുകൾ കൊണ്ട് നമുക്ക് ഈ അധ്യായത്തിൻ്റെ തുടർന്നുള്ള ഭാഗത്തെ വിശദീകരിക്കാൻ കഴിയും. ഒന്നാമത്തേത് പവർ, രണ്ടാമത്തേത് പ്രസൻസ്, മൂന്നാമത്തേത് പീസ്. ശക്തി, സാന്നിധ്യം, സമാധാനം. ഈ 3 കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് യേശു വർഷിക്കാൻ ആഗ്രഹിക്കുന്നത്. 1 യേശുവിൻ്റെ ശക്തി, 2 യേശുവിൻ്റെ സാന്നിധ്യം, 3 യേശുവിൻ്റെ സമാധാനം. നമുക്ക് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. അതായത് എന്ത് കാര്യം തരും എന്ന് ഈശോ പറയുമ്പോൾ അവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കാനുണ്ട്. എന്ത് കാര്യവും എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കാര്യം കർത്താവിനോട് ചോദിക്കുമ്പോഴും ഇത് ഈ കാര്യത്തിലൂടെ ദൈവം മഹത്വപ്പെടുമോ എന്നുകൂടി നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. വെദർ ദിസ് ആക്ഷൻ ഓഫ് മൈൻ വിൽ ഗ്ലോറിഫൈ മൈ ലോഡ്. എൻ്റെ ഈ പ്രവൃത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുമോ? അല്ലെങ്കിൽ എൻ്റെ ഈ ആഗ്രഹത്തിലൂടെ, ഞാൻ ഈ ചോദിക്കുന്ന കാര്യത്തിലൂടെ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമോ? അതോ എൻ്റെ മഹത്വമാണ്, എൻ്റെ ഗ്ലോറിയാണോ ഉണ്ടാവുന്നത് എന്നുകൂടി ഒന്ന് ആലോചിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്നത് നല്ലതാണ്. നമുക്ക് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന ഭാഗം 15 മുതലുള്ള വാക്യങ്ങളാണ്. ഈശോ പറയുകയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഒറ്റപ്പെട്ട വാക്യങ്ങളായിട്ട് ഒന്നിനെയും വ്യാഖ്യാനിക്കരുത്. തൊട്ടു മുമ്പത്തെ വാക്യത്തിൽ പറഞ്ഞ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് വേണം, 14ൻ്റെ വെളിച്ചത്തിൽ വേണം 15 വായിക്കാൻ. 14 എന്താ പറഞ്ഞത്? നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് എന്ത് ചോദിച്ചാലും ചെയ്തു തരും. എന്ത് ചോദിച്ചാലും എന്നതിൻ്റെ വ്യാഖ്യാനം നമ്മൾ കണ്ടിരുന്നു. പിതാവ് മഹത്വപ്പെടുന്ന കാര്യം എന്താണത്? യേശുവിനെ പോലെ നമ്മളാവുക എന്നതാണ്. നമ്മൾ ക്രിസ്തു സ്നേഹിച്ച പോലെ സ്നേഹിക്കാനും, ക്രിസ്തു സഹിച്ച പോലെ സഹിക്കാനും, ക്രിസ്തു ക്ഷമിച്ച പോലെ ക്ഷമിക്കാനും, ക്രിസ്തു കണ്ടതുപോലെ ആരോടും അതിരുകളില്ലാത്ത വിധത്തിൽ ഹൃദയം വിശാലമായി തുറന്നിട്ട് പെരുമാറാനുമൊക്കെ കഴിയുന്ന ഒരു മഹത്വം. അപ്പോൾ ആ മഹത്വം എന്ന് പറഞ്ഞാൽ എന്താണത്? അത് സ്നേഹമല്ലേ? ഒരാൾ തൻ്റെ ഉള്ളിലെ സ്നേഹത്തിൻ്റെ അനന്ത സാധ്യതകളെ കണ്ടെത്തുകയാണ്, ആ സാധ്യതകളെ തിരിച്ചറിയുകയാണ്, തുറന്നിടുകയാണ്. അതായത് ഒരാളിൽ നിന്ന് സ്നേഹം ഉറവ പൊട്ടി ഒഴുകുകയാണ്. ഞാനിത് പറയുമ്പോൾ തന്നെ എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം, ഇത് ഒട്ടും എളുപ്പമല്ല ഇത്. കാരണം ഏറ്റവും ഈ ഭൂമിയിൽ ബുദ്ധിമുട്ടുള്ളത് സ്നേഹിക്കുക എന്നുള്ളതാണ്. ഇഷ്ടപ്പെടാൻ എല്ലാവർക്കും പറ്റും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരാൾ പെരുമാറിയാൽ നമുക്ക് ഇഷ്ടമുണ്ട്, ഇഷ്ടമുള്ള രീതിയിൽ സംസാരിച്ചാൽ നമുക്ക് ഇഷ്ടമുണ്ട്. പക്ഷേ നമുക്ക് ബുദ്ധിമുട്ടുള്ള ക്ലേശങ്ങൾ സഹിച്ച് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹിക്കാൻ കൊള്ളാത്തവരെ സ്നേഹിക്കുക, സ്നേഹിക്കാൻ പറ്റാത്തവരെ സ്നേഹിക്കുക, എപ്പോഴും നമ്മളെ വൂണ്ട് ചെയ്യുന്നവരെ, ഹോണ്ട് ചെയ്യുന്നവരെ, മുറിവേൽപ്പിക്കുന്നവരെ, പരിക്കേൽപ്പിക്കുന്നവരെയൊക്കെ സ്നേഹിക്കുക. ഇറ്റ്സ് റിയലി ഇമ്പോസിബിൾ. ഇമ്പോസിബിൾ അല്ല, ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട്. ഇമ്പോസിബിൾ അല്ല, ഡിഫിക്കൽട്ട്. അത്രയും ബുദ്ധിമുട്ടാണത്. അപ്പോൾ കർത്താവ് പറയുകയാണ്, അതാണ് പക്ഷേ പിതാവ് മഹത്വപ്പെടുന്ന കാര്യം അതാണ്. അപ്പം അങ്ങനെ നമ്മൾ പിതാവ് മഹത്വപ്പെടാൻ വേണ്ടി, നമ്മളിലെ സ്നേഹത്തിൻ്റെ അനന്ത സാധ്യതകൾ കണ്ടെത്താൻ, നമ്മളെ സ്നേഹമാക്കി മാറ്റാൻ യേശുവിൻ്റെ നാമത്തിൽ ചോദിച്ചാൽ അത് പിതാവ് ചെയ്തു തരും, പുത്രനും ചെയ്തു തരുമെന്നാണ് തൊട്ട് മുമ്പത്തെ ഭാഗത്ത് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ആ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഇതിനെ വായിക്കാൻ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. കൽപ്പന എന്താണ്? യേശുവിൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഇതാണ്, സ്നേഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കൽപ്പന. പൗലോസ് അപ്പോസ്തലൻ പിന്നീട് അതിനെക്കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്, സ്നേഹിക്കുക എന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടും ഉണ്ടായിരിക്കരുത്. പിന്നീട് വേറൊരിടത്ത് പറയും, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. വേറൊരിടത്ത് പറയും, വിശ്വാസം പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല, സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. ഒടുവിലെല്ലാം എത്തി നിൽക്കുന്നത്
ഏറ്റവും നിർമ്മലമായ ശുദ്ധമായ സ്നേഹത്തിലാണ്. ആ സ്നേഹത്തിൽ എത്താൻ കഴിയാത്ത കാലത്തോളം നമ്മുടെ അധ്വാനങ്ങളെല്ലാം വെറുതെയാണ്. അതായത് എന്തെല്ലാം നമ്മൾ ചെയ്താലും ഒടുവിൽ നമ്മൾ സ്നേഹമായി മാറുന്നില്ലെങ്കിൽ, ഒടുവിൽ നമ്മുടെ അവസാനത്തെ ഈ ബസ് ഇറങ്ങുന്ന ആ പോയിന്റ് സ്നേഹത്തിൻ്റെ സ്റ്റോപ്പ് അല്ലെങ്കിൽ പിന്നെ പിന്നെ ഒന്നും ഒരു കാര്യമില്ല. പിന്നെ ഒന്നും കൊണ്ടും ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കർത്താവ് പറയുകയാണ്, ആ ലക്ഷ്യം സ്നേഹമാണ്. നിങ്ങളങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ കൽപ്പന നിങ്ങൾ പാലിക്കും. നമുക്കറിയാം എന്ത് പ്രയാസമാണത്, എന്ത് ക്ലേശകരമാണത്. അപ്പോൾ അങ്ങനെ ആ ക്ലേശം ഒരു ചോദ്യചിഹ്നം പോലെ, ആശ്ചര്യചിഹ്നം പോലെ കർത്താവിൻ്റെ മുഖത്തേക്ക് ഉന്നയിക്കുന്ന നമുക്ക് തരുന്ന ഉത്തരമാണ്, അത് നിങ്ങളുടെ ഈ ജഡത്തിൻ്റെ ശക്തി കൊണ്ട് സാധ്യമല്ല എന്ന ഉത്തരം. അത് ജഡത്തിൽ നിന്ന് ഈ സ്നേഹം സാധ്യമല്ല എന്ന ഉത്തരം. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. സഹായകൻ, ഇതിനൊരു സഹായം ആവശ്യമുണ്ട്. ഇത് ജഡത്തിൻ്റെ സ്വാഭാവിക ശക്തിക്ക് കഴിയില്ല. ആ സഹായകനാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് ഈ സഹായകൻ എന്ന് പറയുമ്പോൾ, ഹെൽപ്പർ എന്ന് പറയുമ്പോൾ, അതിന് ഗ്രീക്കിൽ ഈ അനദർ എന്നല്ലേ, മറ്റൊരു സഹായകൻ എന്ന് പറയുമ്പോൾ മറ്റൊരു എന്ന വാക്കിന് അനദർ എന്ന വാക്കിന്, അനദർ പാരക്ലീറ്റ്, അനദർ ഹെൽപ്പർ, അനദർ അഡ്വക്കേറ്റ്. അപ്പോൾ ആ അനദർ എന്ന് പറയുന്ന വാക്കിന് ഗ്രീക്കിൽ ഈ 2 വാക്കുകളാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. അതായത് ഒന്ന് അല്ലോസ്, ALLOS, 2 ഹെറ്ററോസ്, HETEROS, ഹെറ്ററോസ്. അപ്പോൾ അല്ലോസ് എന്നും ഹെറ്ററോസ് എന്നും ഉള്ള 2 വാക്കുകളാണ് ഈ അനദർ, മറ്റൊരു എന്നതിൻ്റെ ഗ്രീക്ക് വാക്കുകൾ. ഈ വാക്കുകൾ നമ്മൾ അറിയേണ്ടത് അത്യാവശ്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ അല്ലോസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു എന്ന് പറയുമ്പോൾ സെയിം കൈൻഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു കല്ല് മറ്റൊരു കല്ല് എന്ന് പറയുമ്പോൾ അത് രണ്ടും ഒരുപോലത്തെയാണ്. ഇനി ഹെറ്ററോസ് എന്ന് പറഞ്ഞാൽ ഓഫ് എ ഡിഫറൻറ്റ് കൈൻഡ് എന്നാണ്, വേറൊരു വിധത്തിലുള്ള മറ്റൊരു. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അല്ലോസ് എന്ന് പറയുന്ന വാക്കാണ്. അല്ലോസ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പർ ഓഫ് ദ സെയിം കൈൻഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. മറ്റൊരു സഹായകൻ എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഒരു സഹായമായിരുന്നോ അതുപോലെ ഉള്ള മറ്റൊരു സഹായകൻ. അനദർ പാരക്ലീറ്റ്, അനദർ ഹെൽപ്പർ, സെയിം ലൈക്ക് ജീസസ് വാസ്. അതാണത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് മറ്റൊരു സഹായകൻ എന്ന് പറയുമ്പോൾ അത് തികച്ചും വ്യത്യസ്തമായ ഒരു സഹായമല്ല. യേശു എങ്ങനെ ഒരു സഹായകനായിരുന്നോ അതുപോലെ യേശുവിൻ്റെ സ്ഥാനത്ത് നിന്ന് നമ്മളെ സഹായിക്കുന്ന മറ്റൊരു സഹായകൻ, എ ഹെൽപ്പർ ഓഫ് ദ സെയിം കൈൻഡ്. എന്നത് പറയാൻ കാരണം, ഈ ക്രിസ്തു അപ്പോസ്തലന്മാർക്ക് എങ്ങനെയായിരുന്നോ, അവരുടെ കൂടെ ആയിരുന്നപ്പോൾ അവിടുന്ന് എങ്ങനെയായിരുന്നു, അതുപോലെയാണ് ഇന്ന് വിശ്വാസികൾക്ക് പരിശുദ്ധാത്മാവ് ഈശോയുടെ തന്നെ ആ സത്തയാണ്. അവരൊന്നാണ്. ഈശോയുടെ സാന്നിധ്യമാണ്, ഈശോയുടെ ശക്തിയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ പറയുകയാണ്, ഈ മറ്റൊരു സഹായനെ നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അതവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. ദ വേൾഡ് ഹാസ് നോ ക്ലൂ അബൌട്ട് ഹിം. ലോകത്തിന് പരിശുദ്ധാത്മാവിനെ അറിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇന്ന് പരിശുദ്ധാത്മാവിലെ സന്തോഷം, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നത്, പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധിക്ക് വേണ്ടി ഒരുക്കുന്നത്, പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തി, ഇതൊക്കെ ഈ ലോകത്തിന് മനസ്സിലാവില്ലല്ലോ. അവർക്ക് ദ വേൾഡ് ഹാസ് നോ ക്ലൂ അബൌട്ട് ഹിം. ഈ ലോകത്തിന് അവനെ അറിയില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, അവൻ നിങ്ങളോടൊത്ത് വസിക്കുകയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈശോ അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളിൽ നിന്ന് ഇന്നു മുതൽ ശാരീരികമായിട്ട് അകലാൻ പോവാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ, പിന്നീട് കൊല്ലപ്പെട്ട് കഴിയുമ്പോഴും ഫിസിക്കലി ഞാൻ നിങ്ങളിൽ നിന്ന് മാറിപ്പോവുകയാണ്. എന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഇനി ആത്മാവിൽ വരാൻ പോവുകയാണ്. സോ I'll be away from you in body, but will be present to you in spirit. അപ്പോൾ
ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ആദ്യത്തേത് യേശുവിൻ്റെ ശക്തി. ആ ശക്തിയാണ് സ്നേഹിക്കാനുള്ള ശക്തി. രണ്ടാമത്തേത് യേശുവിൻ്റെ സാന്നിധ്യം. കർത്താവ് ശരീരത്തിൽ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു, എന്നാൽ ആത്മാവിൽ നമ്മുടെ അടുത്തേക്ക് വരുന്നു. ആ പ്രസൻസ് നമുക്ക് നഷ്ടപ്പെടുന്നില്ല. അതാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അതവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങളവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഐ വിൽ കം ടു യു ഇൻ സ്പിരിറ്റ്. ആത്മാവിൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല, ശരീരത്തിൽ കാണുകയില്ല. എന്നാൽ നിങ്ങൾ എന്നെ കാണും. എങ്ങനെ കാണും? ആത്മാവിൽ. പരിശുദ്ധാത്മാവ് നിങ്ങളെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്നെ ആത്മാവിൽ കാണും. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ഈ ആത്മാവ് എൻ്റെ ജീവിതം ജീവിക്കാൻ നിങ്ങളെ സഹായിക്കും. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. വെറുതെ ഇങ്ങനെ മറ്റു മനുഷ്യർ ജീവിക്കുന്നവരുടെ ജീവിതമല്ല, ഞാൻ എങ്ങനെ ജീവിച്ചോ അതുപോലൊരു ജീവിതം ജീവിക്കാൻ ഈ ആത്മാവ് നിങ്ങളെ സഹായിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങളറിയും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന തിരിച്ചറിവ് ഇതാണ്: ക്രിസ്തു പിതാവിലാണ്, പിതാവ് ക്രിസ്തുവിലാണ്, ക്രിസ്തു നമ്മളിലാണ്, നമ്മൾ ക്രിസ്തുവിലാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവുമായി അഭേദ്യമായ ഒരു ബന്ധം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും. ഞാൻ അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. യൂദാസ് കറിയോത്തയല്ല അവനോട് പറഞ്ഞു, കർത്താവേ, നീ നിന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്നു, എന്നാൽ ലോകത്തിന് വെളിപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞത് എന്താണ്? യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതാണ്. നിങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം. അതായത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് വേഗത്തിൽ മനസ്സിലാക്കുകയാണ്. ഒന്നാമത്തേത്, ഈ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ ഒരാൾ തയ്യാറെടുക്കുന്ന നിമിഷം മുതലാണ് വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുന്നത്, തിരിച്ചറിവുകൾ ഉണ്ടാവുന്നത്, ആത്മീയ ബോധ്യങ്ങൾ ഉണ്ടാവുന്നത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ്. നിങ്ങൾ ക്രിസ്തുവിനോട് നിയമപരമായൊരു ബന്ധത്തിലോ ഒരു മതത്തിൽ ജനിച്ചതിൻ്റെ പേരിലുള്ളൊരു ബന്ധത്തിലോ ജീവിക്കുന്നത് കൊണ്ട് ഒരിക്കലും ഈ റെവലേഷൻ ഉണ്ടാവുന്നില്ല, ആത്മീയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുന്നില്ല. പിതാവ് അത് വെളിപ്പെടുത്തുന്നത് യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമാണ്. ഇനി അത് അങ്ങനെ ആഗ്രഹിക്കുന്നവൻ്റെ അടുത്തേക്കാണ് പിതാവ് തന്നെ വെളിപ്പെടുത്തുന്നത്. ഇനി അടുത്തത് ഞാൻ പറഞ്ഞിരുന്നു, ഒരു 3 വാക്കുകൾ പറഞ്ഞതിൽ മൂന്നാമത്തെ വാക്കാണ് ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിൻ്റെ സമാധാനമാണ്. മൂന്നാമത്തേത് പവർ, പ്രസൻസ് ആൻഡ് പീസ്. മൂന്നാമത്തേത് സമാധാനമാണ്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. ലോകം തരുന്നത് പോലെയല്ല ഈ സമാധാനം, മറിച്ച് ഈ സമാധാനം എന്ന് പറയുന്നത് കർത്താവ് പറയുകയാണ്, എൻ്റെ സമാധാനത്തിന് ഒരു ക്വാളിറ്റേറ്റീവായ വ്യത്യാസമുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഇത് കർത്താവിന് ഈ സമാധാനം, ക്രിസ്തുവിൻ്റെ സമാധാനം ഒരു യുണീക്കായ സമാധാനമായിട്ട് മാറുന്നത്? 2-3 കാര്യങ്ങൾ ഇവിടെ നമ്മളൊന്ന് കാണാനുണ്ട്. ഒന്നാമത്തേത് 27 മുതൽ ഞാൻ വായിക്കുകയാണ്. അതായത് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. ലോകം തരുന്നത് പോലെയല്ല. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഞാൻ പോകുന്നെന്നും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. എന്നാൽ പിതാവ് എന്നേക്കാൾ വലിയവനാണ്. ഒന്നാമത്തേത്, പിതാവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് യേശു. അതാണ് യേശുവിൻ്റെ സമാധാനത്തിൻ്റെ ഒന്നാമത്തെ കാരണം. അതായത് ക്രിസ്തുവിനറിയാം, മരിച്ചാൽ പോലും എൻ്റെ ജീവിതം പിതാവിൻ്റെ അടുത്തേക്കാണ് എത്തുന്നത്. ജീവിച്ചാലും മരിച്ചാലും ഞാൻ പിതാവിൻ്റെ കൂടെയാണ്. ഈ സെക്യൂരിറ്റിയാണ് ഒരാൾക്ക് സമാധാനം നൽകുന്നത്. എനിക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്താണ് എന്ന ബോധ്യമാണ് ക്രിസ്തുവിൻ്റെ സമാധാനത്തിൻ്റെ ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേത്, ക്രിസ്തുവിൻ്റെ സമാധാനത്തിൻ്റെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ 30-ാമത്തെ വാക്യമാണ്. ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു, അവൻ എൻ്റെ മേൽ അധികാരമില്ല.
എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കാരണം ഈശോയ്ക്ക് ഈശോയ്ക്ക് അറിയാം പിശാചിന് അവൻ്റെ മേൽ യാതൊരു അധികാരവും ഇല്ല, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ അധികാരിക്ക് അവൻ്റെ മേൽ യാതൊരു അധികാരവും ഇല്ല. കാരണം അവന് കുറ്റമില്ല. ഈശോയുടെ സമാധാനത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, യേശു ആ, കളങ്കമില്ലാത്തവനായതുകൊണ്ട്, നിർമ്മലനായതുകൊണ്ട് പിശാചിന് അവൻ്റെ മേൽ യാതൊരു അധികാരവും ഇല്ല. അതുകൊണ്ട് തന്നെ അവന് സമാധാനം നഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഒന്ന്, പിതാവുണ്ടെന്നുള്ള ഉറപ്പ്. രണ്ടാമത്തേത്, സാത്താൻ എൻ്റെ മേൽ യാതൊരു അധികാരവും ഇല്ല. നമുക്ക് എങ്ങനെയാണ് ഇത് ബാധകാവുന്നത്? നമ്മൾ ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് കഴിയുമ്പോൾ, നമ്മൾ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് കഴിയുമ്പോൾ പിശാചിന് നമ്മുടെ മേൽ യാതൊരു അധികാരമില്ല. അതാണ് നമ്മുടെ സമാധാനത്തിൻ്റെ രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം കർത്താവ് പറയുകയാണ്, 31 വാക്യം, ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നെന്നും അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവർത്തിക്കുന്നെന്നും ലോകം അറിയണം. എഴുന്നേൽക്കുമെന്ന് നമുക്ക് ഇവിടുന്ന് പോകാം. അതായത് മൂന്നാമത്തെ കാരണം, പരിപൂർണമായി അനുസരിക്കുന്ന ഒരാളാണ് യേശു. അതുകൊണ്ട് യേശുവിന് ഒരു അസ്വസ്ഥതയുടെ ആവശ്യമില്ല. അതായത് സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം വെസ്റ്റേൺ ഇൻട്രസ്റ്റും നിക്ഷിപ്ത താല്പര്യങ്ങളും ഒക്കെ നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് നമുക്ക് അസ്വസ്ഥതകളുള്ളത്. ഒരാൾ സമ്പൂർണ്ണമായിട്ട് ദൈവഗതത്തിന് വിട്ടുകൊടുത്തിട്ട് എന്ത് സംഭവിച്ചാലും കർത്താവിൻ്റെ ഇഷ്ടത്തിന് ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുന്നു എന്ന ഒരു ചിന്താഗതിയിൽ ഒരാൾ തന്നെ കാണാൻ ശ്രമിച്ചാൽ അയാൾക്ക് പിന്നെ എന്തിനെ ഓർത്താണ് അസമാധാനം? ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് ദൈവഹിതമാണെന്നും ഞാൻ പിതാവിന് വിധേയപ്പെട്ടിരിക്കുന്നെന്നും അത് പിതാവ് എന്നോട് കൽപ്പിച്ചിട്ടാണ് ഇത് സംഭവിക്കുന്നതെന്നും ഒക്കെ ചിന്തിക്കാൻ കഴിഞ്ഞാൽ ഒരാൾക്ക് അസമാധാനത്തിൻ്റെ കാര്യമില്ല. 3 വാക്കുകൾ മറന്നു പോരുത്: ഹിസ് പവർ, ഹിസ് പ്രസൻസ്, ഹിസ് പീസ്. സമാധാനത്തിന് 3 കാരണങ്ങളാണ് ഈശോ പറഞ്ഞത്. 1, ഞാൻ പിതാവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്, അതുകൊണ്ട് എനിക്ക് അസ്വസ്ഥതയില്ല. 2, എനിക്ക് കുറ്റമില്ല, അതുകൊണ്ട് തന്നെ പിശാചിന് എൻ്റെ മേൽ യാതൊരു അധികാരവുമില്ല, അതുകൊണ്ട് എനിക്ക് അസ്വസ്ഥതയില്ല. 3-ാമത്തേത്, ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്നിലൂടെ ദൈവഹിതം നിറവേറണം, ഞാൻ എല്ലാ കാര്യത്തിലും പിതാവിന് വിധേയപ്പെട്ടിരിക്കണം, അവിടുന്ന് കൽപ്പിച്ചെല്ലാം ചെയ്യണം എന്നാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു അസ്വസ്ഥതയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നാണ് ഈ സംസാരം എല്ലാം നടക്കുന്നത്. മാളിക മുറിയിലാണ്. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിൻ്റെ അന്ന് രാത്രിയിലാണ്. അവിടുന്ന് ഇനി ബാക്കിയുള്ള സംസാരം നടന്നുകൊണ്ടാണ് 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ആശയങ്ങളെല്ലാം തന്നെ കർത്താവ് മാളിക മുറിയിൽ നിന്ന് ഗത്സമനിയിലേക്കുള്ള യാത്രക്കിടയിലെ സംഭാഷണങ്ങളാണ് നമ്മൾ അടുത്ത അധ്യായത്തിൽ കാണാൻ പോകുന്നത്. വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.